പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വരവേൽപ്പ് 2025 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വരവേൽപ്പ് 2025 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് KC ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. അവശബ്ദമുണ്ടാക്കി ക്ലാസിന്റെ ശ്രദ്ധ മുഴങ്ങി. യഥാർത്ഥ അധ്യാപകൻ കുട്ടികളെ നല്ലവണ്ണം ചൂലപ്രയോഗം നടത്തി പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. എന്നാൽ അന്ന് അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്കുണ്ട്. 40 വർഷമായിട്ടും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ആ വാക്ക് എന്ന് പറയുന്നത് 1000 തേൻതുള്ളിയിൽ ഒരു മീൻതുള്ളി വീണാൽ 1000 തേൻതുള്ളിന്റെ ഗുണം പോലും പോകുന്നില്ല. പഞ്ചായത്ത് അംഗം KM ഷാജി ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഗവൺമെന്റ് നിർവഹിച്ചിട്ടുള്ളത് അച്ചടക്കം ഉണ്ടാകണം. കൂട്ടത്തിൽ ഡിജിറ്റൽ അച്ചടക്കം അത് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ? എല്ലാവരും ഇപ്പൊ നമ്മള് നല്ല സ്മാർട്ട് ഫോൺ ഒക്കെ ഉപയോഗിക്കുന്ന ഗണത്തിൽപ്പെട്ടവരായിരിക്കും. പക്ഷെ ഡിജിറ്റൽ അച്ചടക്കം എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ട് വേണം. ഒന്ന് എന്താ, ചിലപ്പോൾ അതിനകത്ത് എന്തും വിളിച്ചു പറയാനുള്ള ഇടമാക്കിയിട്ട് അതിനെ മാറ്റുക, ആളുകളെ ആക്ഷേപിക്കാനുള്ള ഇടമാക്കിയിട്ട് മാറ്റുക, അങ്ങനൊന്നും പാടില്ല. മാത്രമല്ല നമുക്ക് ചിലപ്പോഴാണെങ്കിൽ ഈ കുറ്റകൃത്യം ചടങ്ങിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കെടുത്തു. താങ്ങായി തണലായി മികവാർന്ന രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ ദീപ ജോസ് ക്ലാസ് നയിച്ചു. അത്യാവശ്യം നമുക്ക് പെൺകുട്ടികളോടും ആൺകുട്ടികളോടും തേങ്ങ ഡ്രസ്സ് വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്യണം. പെൺകുട്ടികൾക്കാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അതുപോലെ എല്ലാവരുടെയും ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്യുക, അവിടെ നിന്ന് അണിച്ചിടുക. ആൺകുട്ടികൾക്കും ആകാം. ഒത്തിരി കുട്ടികൾ ഞങ്ങളുടെ സെക്രട്ടറി നോക്കുമ്പോൾ ആൺകുട്ടികളോട് ഇത് ചെയ്യുന്നത് കൊണ്ടല്ലേ. പിന്നെ ആഴ്ചയിലൊരു ക്ലീനിങ്, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക. അപ്പൊ അതിനൊക്കെ നമുക്ക് കുട്ടികളെ കൂട്ടിയിട്ട് ഇടപെടാം. ഗുണാത്മകമായിട്ട് കുട്ടികളെ കൂട്ടുമ്പോൾ എന്റെ അച്ഛനമ്മയ്ക്ക് എന്റെ മേല് ഒരു ശ്രദ്ധയുണ്ട്, എന്നെ കൂട്ടുന്നുണ്ട് വലിയ കാര്യങ്ങൾക്ക് എന്നൊരു ചിന്തയാണ് വരുന്നത്. അക്കൗണ്ടിംഗ് ടീച്ചിങ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷനാണ്. സോ ഏത് മേഖലയിലാണോ നമ്മൾ എത്തേണ്ടത്, നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഡിസൈനിങ് അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കണം. ഞാൻ 12-15 വയസ്സിലെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ 25 വയസ്സാകുമ്പോഴത്തേക്ക് എൻ്റെ ടീച്ചറാണ്. മനസ്സിലായി? അതിനൊക്കെ നിങ്ങൾ എന്താണോ എന്ന് ആഗ്രഹിച്ചാൽ അവിടെ അപ്പൊ അത് ഇന്ന് വൈകുന്നേരം പോയിട്ട് സെറ്റ് ചെയ്യുക, ഗോൾ സെറ്റ് ചെയ്യുക. നിങ്ങൾ സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങോട്ടേക്ക് ജനിച്ചു വീഴുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ജനിക്കുന്നത്, മരിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് മരിച്ചു പോകും. ആരുണ്ടാവും കൂടെ അല്ലേ? കൂടിയല്ല നാം പോരുന്ന നേരത്തും കൂടിയല്ല നാം പോകുന്ന നേരത്തും മതി ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം. സ്കൂളിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് KV സജി, CK രാജേഷ്, OC മിനിമോൾ, I ജ്യോതിലക്ഷ്മി, ജിൻസി എബ്രഹാം, PB രമേശൻ, K സുരേന്ദ്രൻ, സാബു ജോസ്, ജോമേഷ് ജോൺ, സ്മിത ജോർജ്, K സുനിത, CK സൂരജ്, K ശ്രീജ, MK ഷമീമ, C ശ്രീകാന്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല ധാരണ പല ആൾക്കാരും തെറ്റായി ഇത്തരം കുട്ടികളിൽ എത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്കടുത്ത് 10ാം ക്ലാസ് കൂട്ടുകാരൊക്കെ ചേർന്ന് തല്ലിക്കൊല്ലുന്ന ഒരു ഉണ്ടായിട്ടുണ്ട് സെന്റ് ജോസഫിനോടനുബന്ധിച്ച്. അപ്പൊ അവിടെയൊക്കെ ആ സമയത്ത് മറ്റു പല മുതിർന്ന ആൾക്കാരും കൂട്ടുകാരും ഒക്കെ മറ്റുള്ളവരെ ഉപദേശിച്ചുകൊണ്ടിരുന്നത്, വാട്സപ്പിലൂടെയൊക്കെ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് നമ്മൾ 18 വയസ്സായിട്ടില്ല, നമ്മൾ കുട്ടികളാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നിയമമൊന്നും ബാധകമല്ല, നമ്മൾ ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ പോലും നമുക്ക് ശിക്ഷയൊന്നും കിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ജൂനിയർ ജസ്റ്റിസ് എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക നിയമങ്ങളുണ്ട്. അവിടെ അത് പ്രത്യേക കോടതിയാണ് വിചാരണ ചെയ്യുന്നത് എന്നേ ഉള്ളൂ, സാധാരണ കോടതിയല്ല. ആ കോടതിയിൽ അതിനെ നമുക്ക് നല്ല കുട്ടികളെ എല്ലാ വർഷവും കിട്ടാറുണ്ട്. അതിന്റെ റിസൾട്ട് നമുക്ക് എല്ലാ വർഷവും കിട്ടാറുണ്ട്. ഈ പ്രദേശത്തുള്ള ഏറ്റവും റിസൾട്ട് കൂടുതൽ നമ്മുടെ സ്കൂളിൽ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിച്ചത് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറും നമ്മുടെ ഈ ഒരു വാർഡിനെ പ്രതിനിധീകരിക്കുന്ന KM ഷാജിയേട്ടനാണ്.
സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിവിധ സ്കോളർഷിപ്പുകൾ, സ്കൂൾ ബസ് നാഷണൽ സർവീസ് സ്കീം, സൗഹൃദ ക്ലബ്, കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസൻസ് കൗൺസിലിംഗ് സെൽ എന്നിവയുടെ പ്രവർത്തനങ്ങൾ ഓരോ അധ്യാപകനും വിശദീകരിച്ചു. ചെറുപുഴ ഭാഗത്തു നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബസ് സൗകര്യം ഏർപ്പെടുത്തുന്ന കാര്യവും ചടങ്ങിൽ അറിയിച്ചു. ഹയർ സെക്കൻഡറി മേഖലയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒരുമിച്ച് ചേർന്ന് പ്രവേശനോത്സവം നടത്തുന്നത് ഇതാദ്യമായാണ്. വിദ്യാർത്ഥികൾക്ക് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ ലഹരിവിരുദ്ധ ക്ലാസുകൾ, റോഡ് സുരക്ഷാ ക്ലാസ്, പോക്സോ നിയമം, കൗമാരക്കാരുടെ പ്രശ്നങ്ങളും അപകട സാധ്യതകളും, കൗമാര സുസ്ഥിതി എന്നീ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് സർക്കാരിന്റെ പദ്ധതിയായ കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പദ്ധതി 1ാം വർഷ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നൽകുമെന്നും അധികൃതർ അറിയിച്ചു. മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ആംപിയർ ITI. ആംപിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു. ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് ഞാൻ. അതിനെ എന്നെ പ്രാപ്തമാക്കിയത് ആംപിയറാണ്. സമൂഹത്തിൽ മാന്യതയുള്ളൊരു തൊഴിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംപിയർ ITI ആണ്. എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ITI ആണ്. 100% ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ. ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ.